ശ്രീ എൻ എം പിയേഴ്സണിലേക്ക് പോവുകയാണ്. ശ്രീ എൻ എം പിയേഴ്സൺ ഇടതുപക്ഷ മനസ്സുള്ള ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കൂടി പല ഘട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അതിസങ്കീർണമായിട്ടുള്ള ചില ഘട്ടങ്ങളിൽ ടെലിവിഷൻ ചാനലുകളിൽ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് ശ്രീ എൻ എം പിയേഴ്സനാണ്. ഈ വേർപാടിൻ്റെ നിമിഷങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ അനുശോചന സന്ദേശം ഞാനിപ്പോൾ വായിക്കുകയായിരുന്നു. അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വി എസിൻ്റെ നഷ്ടത്തെക്കുറിച്ച്, വി എസ് ഉണ്ടാക്കുന്ന നഷ്ടം അത് നികത്തണമെങ്കിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ കഴിയൂ. അതിൻ്റെ അർത്ഥം വലിയൊരു ആൾക്കൂട്ടം, വലിയൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് ഒരൊറ്റ വി എസ് ആയിട്ട് മാറുക എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു. താങ്കളെ സംബന്ധിച്ചിട്ട് ഈ ചരിത്രപരമായ ഈ വേർപാടിൻ്റെ നിമിഷത്തിൽ എന്താണ് മനസ്സിൽ തോന്നുന്നത്? കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എനിക്ക് തോന്നുന്നത് പുതിയ രീതിയിൽ ഡീകൺസ്ട്രക്ട് ചെയ്ത ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നതാണ്. കാരണം പാർട്ടിയുടെ ഒരു സംഘടനാ ചട്ടക്കൂടും സംവിധാനവും ഏത് കാലഘട്ടത്തിലും ചരിത്രപരമായി നമ്മൾ പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള ഘട്ടങ്ങളിലെല്ലാം അതിനെ ഇടയ്ക്കിടയ്ക്ക് വളരെ ജനവിരുദ്ധതയും അതുപോലെ ജീർണതയും ഒക്കെ ബാധിക്കുമ്പോൾ അതിനെങ്ങനെയാണ് അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ തിരുത്താനായിട്ട് കഴിയുക എന്നൊരു പാഠം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ നേതാവായിരുന്നു വി എസ് എന്നുള്ളത്. അത് അദ്ദേഹത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് അങ്ങനത്തെ ഒരു പാഠം പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് നിരവധി നേതാക്കൾ വിമത രാഷ്ട്രീയം അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ തന്നെ പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അവർ പാർട്ടിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞ സമയങ്ങളിലെല്ലാം അവർ ബക്കറ്റിലെ വെള്ളമായി മാറി എന്നുള്ളതും പിണറായി വിജയന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. വി എസിനെ വേദിയിലിരുത്തി നടത്തിയ ഒരു പ്രയോഗമായിരുന്നു അത്. അതായത് തിരയായി മാറണമെങ്കിൽ പ്രസ്ഥാനത്തിന്റെ മാർക്കറ്റിനോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ വെറുതെ ബക്കറ്റിലെ വെള്ളം മാത്രമായി മനുഷ്യർ മാറും എന്നുള്ളത്. ആ സന്ദേശം വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു വി എസ്. വി എസിനറിയാം പ്രസ്ഥാനമാണ് ശക്തി, പക്ഷെ പ്രസ്ഥാനത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രസ്ഥാനത്തെ തിരുത്തേണ്ടതും തെളിയിക്കേണ്ടതും മൂർച്ചയുള്ളതാക്കി മാറ്റേണ്ടതും അതിന്റെ നേതൃത്വം തന്നെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം വിമത പ്രവർത്തനത്തിന്റെ പ്രോജ്വലമായിട്ടുള്ള ഒരു അധ്യായം, ഒരു ഏട് കൂടി കേരളത്തിന് നൽകിയിട്ടാണ് കടന്നുപോയത് എന്നുള്ളതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിനകത്ത് വിമതനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതിനകത്ത് തന്നെ അതിനോടൊപ്പം വിധേയനായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അസാധാരണമായിട്ടുള്ള ഒരു അതിന്റെ ഒരു സംയമനം വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു നേതാവാണ്. മറ്റെല്ലാവരും കലഹിച്ച് പുറത്തു പോകുമ്പോൾ വി എസ് കലഹിക്കുകയും അതിനൊപ്പം നിൽക്കുകയും ആ കലഹം കൊണ്ട് തന്നെ അതിനെ കൂടുതൽ ദീപ്തമായി, ആ പാർട്ടിയെ കൂടുതൽ ദീപ്തമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പാഠമായിരുന്നു. അതിന്റെ ഒരു സന്ദേശം തന്നെയാണ് സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അനുസ്മരണ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. കാരണം വി എസ് ഒറ്റ വ്യക്തിയല്ല, ഒരുപാട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന ഒരു വ്യക്തിത്വത്തിന്റെ മഹാസാഗരമായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സാഗരം നമ്മളുടെ വിട പറഞ്ഞു പോകുമ്പോൾ അതിന് നമുക്ക് പകരം വെക്കാനൊന്നുമില്ല. പകരം വെക്കാനുള്ളത് കൂട്ടായ്മയുടെ നേതൃത്വം മാത്രമാണ് എന്നാണ് പിണറായി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.